മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി വന്ദേമാതരത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ നെഹ്റുവും കോൺഗ്രസും മുറിച്ചു മാറ്റിയെന്നാണ് ഈയിടെ മോദി പാർലമെൻറ്റിൽ ആരോപിച്ചത്. ഈ മുറിച്ചു മാറ്റലാണ് രാജ്യത്തിൻ്റെ വിഭജനത്തിലേക്ക് വഴിതെളിയിച്ചത് എന്നും മോദി ആരോപിക്കുകയുണ്ടായി. ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? എന്താണ് വന്ദേമാതരത്തിൻ്റെ ചരിത്രം? 1870-നും 1875-നും ഇടയിൽ എപ്പോഴോ ആണ് വന്ദേമാതരം രചിക്കപ്പെട്ടത് എന്നേ പറയാനാവൂ. കൃത്യമായ തീയതിയോ കൃത്യമായ വർഷമോ നമുക്കറിയില്ല. ആദ്യം എഴുതിയത് 2 ചരണങ്ങൾ മാത്രമായിരുന്നു. 1875-ൽ വംഗദർശൻ എന്ന ജേണലിലാണ് ഈ വരികൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. 1882-ൽ ആനന്ദമഠം എന്ന നോവൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരത്തിലേക്ക് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കുകയായിരുന്നു. 1896-ൽ കൽക്കത്തയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ടാഗോർ വന്ദേമാതരത്തിലെ വരികൾ ആലപിക്കുന്നതോടെയാണ് വന്ദേമാതരം രാജ്യശ്രദ്ധ ആകർഷിക്കുന്നത്. വന്ദേമാതരത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി ബ്രിട്ടീഷുകാരെയും ആശങ്കപ്പെടുത്തി. ഗാനം ചൊല്ലിയതിന് ബംഗാളിലെ ഒരു സ്കൂളിലെ 200 വിദ്യാർത്ഥികൾക്ക് 5 രൂപ ബ്രിട്ടീഷ് സർക്കാർ പിഴയിട്ടു. കോൺഗ്രസ് യോഗങ്ങളിലെല്ലാം വന്ദേമാതരം ആലപിക്കാൻ 1905-ൽ വാരണാസിയിൽ വെച്ച് നടന്ന AICC സമ്മേളനം തീരുമാനമെടുത്തു. അതേ വർഷം തന്നെ ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കൽക്കത്തയിൽ സമ്മേളിച്ച 40,000 പേരടങ്ങുന്ന ജനാവലി വന്ദേമാതരം പാടി. അന്ന് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1905 ഡിസംബർ 2-ലെ ഇന്ത്യൻ ഒപ്പീനിയനിൽ ഇങ്ങനെ എഴുതി: നമ്മൾ നമ്മുടെ മാതാവിനെ ആരാധിക്കുന്നത് പോലെ ഇന്ത്യയെ സംബന്ധിച്ചും ഈ ഗാനം എത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കുന്നു. തുടർന്നുള്ള വർഷങ്ങളിലെല്ലാം സർക്കാരിൻ്റെ നിരോധനമുണ്ടായിരുന്നിട്ടും സ്വാതന്ത്ര്യ സമര വേദികളിലും കോൺഗ്രസ് സമ്മേളനങ്ങളിലും ഉടനീളം വന്ദേമാതരം ആലപിക്കപ്പെട്ടു. 1907-ൽ ബെർലിനിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ച് ബികാജി കാമ ത്രിവർണ്ണ പതാക ഉയർത്തിയപ്പോൾ പതാകയിൽ വന്ദേമാതരം എന്ന് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എതിർപ്പുകളും ഉണ്ടായിരുന്നു. ഗാനത്തിൻ്റെ ഉള്ളടക്കം മുസ്ലിം വിരുദ്ധമാണെന്ന് പലരും കരുതി. പക്ഷേ 1937-ൽ കൂടിയ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഗാനത്തിൻ്റെ ആദ്യ ഭാഗം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെയും ടാഗോറിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരുന്നു ആ പ്രമേയം തയ്യാറാക്കിയത്. ഗാന്ധിയും രാജേന്ദ്രപ്രസാദും പട്ടേലും മൗലാന അബ്ദുൽ കലാം ആസാദും സുഭാഷ് ചന്ദ്രബോസും ആചാര്യ കൃപലാനിയും ജയപ്രകാശ് നാരായണനും ജമൻലാൽ ബജാജും പ്രവർത്തക സമിതിയിലെ മറ്റ് അംഗങ്ങളും കൂടിച്ചേർന്നെടുത്ത തീരുമാനത്തെയാണ് ഇന്ന് സംഘപരിവാർ നെഹ്റുവിൻ്റെ തീരുമാനം എന്ന പേരിൽ വിമർശിക്കുന്നത്. പ്രമേയത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു: കോൺഗ്രസ് ഗീതമായ വന്ദേമാതരം സംബന്ധിച്ച് ഉന്നയിക്കപ്പെട്ട സന്ദേഹങ്ങളെ വർക്കിംഗ് കമ്മിറ്റി സൂക്ഷ്മമായി പരിഗണിക്കുകയും ഈ ഗീതത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇത് പ്രദാനം ചെയ്ത ആഴത്തിലുള്ള ഉണർവിനെയും ശക്തമായ വികാരങ്ങളെയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദേശീയ പ്രസ്ഥാനത്തിൽ അതുല്യമായ സ്ഥാനമാണ് ഈ ഗാനത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം ഗാനത്തിലെ ചില ഭാഗങ്ങളെക്കുറിച്ച് മുസ്ലിം സുഹൃത്തുക്കൾ ഉന്നയിച്ചിട്ടുള്ള എതിർപ്പുകൾക്ക് യുക്തിസഹമായ അടിസ്ഥാനമുണ്ടെന്ന് കമ്മിറ്റി അംഗീകരിക്കുന്നു. കമ്മിറ്റിക്ക് ന്യായമാണെന്ന് തോന്നുന്ന പരിധിവരെ ഈ എതിർപ്പുകളെ പരിഗണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനപ്പുറം പോകാൻ സാധ്യമല്ല. ഗാനത്തിൻ്റെ ആദ്യ 2 പദങ്ങൾ കോൺഗ്രസ് സമ്മേളനങ്ങളിലും പൊതുപരിപാടികളിലും പതിവായി പാടിക്കൊണ്ടിരിക്കുന്നവ മാത്രം കോൺഗ്രസ് ഉപയോഗിക്കുന്ന രാഷ്ട്രഗാനമായി സ്വീകരിക്കണമെന്ന് കമ്മിറ്റിക്ക് നിശ്ചയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഗാനത്തെക്കുറിച്ചുള്ള മുഴുവൻ എതിർപ്പുകളും പരിഗണിക്കാനാവുന്നതല്ല. ഈ 2 പദ്യങ്ങളിലാണ് ഗാനത്തിൻ്റെ ആത്മാവ് അടങ്ങിയിരിക്കുന്നത്. എവിടെയായാലും വന്ദേമാതരം ഗാനം ആലപിക്കുമ്പോൾ ഈ 2 പദ്യങ്ങൾ മാത്രം പാടുകയും രവീന്ദ്രനാഥ ടാഗോർ തയ്യാറാക്കിയ പതിപ്പിനെയും സംഗീതത്തെയും പിന്തുടരുകയും ചെയ്യണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ഈ തീരുമാനം എല്ലാ പരാതികളെയും പരിഹരിക്കുമെന്നും രാജ്യത്തെ എല്ലാ സമൂഹങ്ങളുടെയും ഹൃദയപൂർണ്ണമായ അംഗീകാരം നേടുമെന്നും കമ്മിറ്റിക്ക് വിശ്വാസമുണ്ട്. 1947-ൽ രാജ്യം സ്വതന്ത്രമായി. ഭരണഘടനാ അസംബ്ലിയിൽ ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. വന്ദേമാതരം
സാരേ ജഹാംസെ അച്ഛ, ജനഗണമന എന്നീ 3 പ്രധാന ഗാനങ്ങൾ അംഗങ്ങളെ കേൾപ്പിച്ചു. മതേതരവും താളാത്മകവുമാണെങ്കിലും സാരേ ജഹാംസെ അച്ഛയുടെ രചയിതാവ് പാകിസ്ഥാൻ പക്ഷക്കാരനായ ഇക്ബാൽ ആയതുകൊണ്ട് ആ ഗാനം ഒഴിവാക്കപ്പെട്ടു. ഭൂരിഭാഗം അംഗങ്ങളും ജനഗണമനയെ അനുകൂലിക്കുകയും അതിനെ ദേശീയ ഗാനമാക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനഗണമനയുടെ അതേ പദവി തന്നെ വന്ദേ മാതരത്തിനും നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ജവഹർലാൽ നെഹ്റു നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ അഭിപ്രായം തന്നെയായിരുന്നു രാഷ്ട്രപതിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജനഗണമന രാജ്യത്തിൻ്റെ ദേശീയ ഗാനമായും തുല്യമായ പരിഗണനയോടെ പദവിയോടെ വന്ദേമാതരം ദേശീയ ഗീതമായും സ്വീകരിക്കപ്പെട്ടു. വന്ദേമാതരത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ സമരഗാനമായി ഉപയോഗിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. സമരവേദികളിലെല്ലാം ഉപയോഗിച്ചിരുന്നതും വന്ദേമാതരത്തിൻ്റെ ആദ്യ ഭാഗമാണ്. രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും സ്വീകാര്യമായ ഒരു ഗാനമാകണം ദേശീയ ഗാനം എന്ന കാഴ്ചപ്പാട് ദേശീയ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. 30ഓളം വരികൾ ദൈർഘ്യമുള്ള ഒരു ഗാനം ദേശീയ ഗാനമായി സ്വീകരിക്കുക എന്നത് പ്രായോഗികവുമല്ലായിരുന്നു. മോദിയും സംഘവും ആരോപിക്കുന്നത് പോലെ വന്ദേമാതരത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം ദേശീയ ഗീതമായി സ്വീകരിച്ചതുകൊണ്ടല്ല ഇന്ത്യ വെട്ടിമുറിക്കപ്പെട്ടത് എന്നതുകൂടി മനസ്സിലാക്കണം. മോദിയും സംഘവും ആരോപിക്കുന്നത് പോലെ വന്ദേമാതരത്തിൻ്റെ 2ാം ഭാഗം നീക്കം ചെയ്തതുകൊണ്ടാണോ ഇന്ത്യ വെട്ടിമുറിക്കപ്പെട്ടത് എന്നതും കൂടി പരിശോധിക്കാം. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവും ജിന്നയുടെ ലീഗുമാണ് ഇന്ത്യയുടെ വിഭജനത്തിലെ മുഖ്യ പ്രതികൾ. ഇരു കൂട്ടരും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരിക്കുകയോ വന്ദേമാതരം ആലപിക്കുകയോ ചെയ്തവരല്ല. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും സംഘപരിവാർ ഈ പതിവ് തന്നെ തുടർന്നു. RSSൻ്റെ യോഗങ്ങളിൽ നിന്നും ദേശീയ ഗാനവും ദേശീയ പതാകയും അകറ്റി നിർത്തപ്പെട്ടു. 90കളുടെ അവസാനം വരെ ഇത് തുടർന്നു. 90കളുടെ അവസാനം വരെ സ്വന്തം ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്താത്തവരാണ് സംഘപരിവാറുകാർ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ യാതൊരു പങ്കും വഹിച്ചിട്ടില്ലാത്തവർ. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ദേശീയ ഗാനത്തെക്കുറിച്ചും ദേശീയ ഗീതത്തെക്കുറിച്ചും സംസാരിക്കാൻ ഇവർക്ക് എന്താണ് അർഹത? തങ്ങളുടെ വിനാശകാരിയായ പ്രത്യയശാസ്ത്രത്തിന് ചരിത്രപരമായ സാധൂകരണം കണ്ടെത്താനും ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയെ മറച്ചു പിടിക്കാനും ചരിത്രത്തെ വക്രീകരിക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നത്. ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലായിരുന്നു എന്ന അധമബോധവും വ്യാജമായ ഈ ചരിത്ര നിർമ്മിതിക്ക് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അവരഴിച്ചുവിടുന്ന നുണകളുടെ പരമ്പരയിൽ ഒടുവിലത്തേത് മാത്രമാണ് വന്ദേമാതര വിവാദം.